ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി ഒരു ഫിഷ് ബിരിയാണിയാണ് കാണിക്കുന്നത് കേട്ടോ. വേറെ ലെവൽ ബിരിയാണിയാണ്. എല്ലാവരും കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ബിരിയാണിക്ക് സാധാരണയായിട്ട് എടുക്കുക നെയ്മീൻ, അല്ലെങ്കിൽ അയക്കോറ, അല്ലെങ്കിൽ എന്താ പറയുക ദശക്കട്ടിയുള്ള മീനാണ് എടുക്കുക. ഇത് ഇവിടുത്തെ ബയാൾ തന്നെ വലിയ ടൈപ്പിലുള്ള മീനാണ് കേട്ടോ. സാധാരണ ബയാൾ ചെറുതാണ് കാണുക, ഇതല്ല അയക്കോറിൻ്റെ സൈസിലുള്ള വലിയ മീനാണ്. അപ്പോൾ അത് അതിലേക്ക് ഒരു മാരിനേഷൻ വേണം. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ആണ് 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ആവശ്യത്തിന് കുറച്ച് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും പിന്നെ ഉപ്പ് കേട്ടോ. ഉപ്പ് ഞാനൊരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് ലൂസാക്കി എടുക്കണേ. ഈ ഒരു മസാല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് ലൂസായിട്ടുള്ളൊരു മസാലയാണ് വേണ്ടത്. ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടണ്ട കേട്ടോ, ഇങ്ങനെ മാത്രം മതി. എന്നിട്ട് നമ്മൾ മീൻ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മാക്സിമം മുള്ളൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തന്നെ മുറിച്ച് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. ഇത് മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് ഇങ്ങനെ മുറിച്ച് തന്നതാണ്. ഇതിൻ്റെ മാക്സിമം മുള്ളൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കട്ടിയുള്ള പീസ്, പക്ഷെ എന്നാൽ ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെ ഉടഞ്ഞു പോകരുത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് കുറച്ച് ദശക്കട്ടിയുള്ള മീൻ എടുക്കണം എന്ന് പറയുന്നത്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ മസാല ഏത് ചെമ്പിലാണോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അതാണ് എടുക്കേണ്ടത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിന് നെയ്യാണ്, പശു നെയ്യ്. നെയ്യിൻ്റെ അളവ് ഞാൻ എപ്പോഴും പറയല് ഉരുക്കുന്നതിൻ്റെ മുന്നേ ഉള്ള അളവാണ് കേട്ടോ. ഉരുക്കി കഴിഞ്ഞാൽ ആ അളവല്ല വരിക. ഇനിയിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായാൽ നമ്മൾ ഇതിലേക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം തീയിലിട്ടിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ മീനിന് കുറച്ച് കട്ടിയുണ്ട്, പക്ഷെ എന്നാലും വലിയ പീസല്ല, ചെറിയ ചെറിയ പീസ് തന്നെയാണ്. എന്നാൽ അത് വേവാനുള്ള ഒരു സമയം കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം മീഡിയം തീയിലിട്ടിട്ട് ഒരു ഭാഗം ഒന്നായാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് ക്രഞ്ചി ആകുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മൊത്തത്തിലൊന്ന് തിരിച്ചിട്ടിട്ട് 2-3 മിനിറ്റ് നേരം കൂടെ അടിഭാഗം ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മാറ്റിയെടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ല, മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് ഫ്രൈ ആയിട്ട് ഒരു ക്രിസ്പി ആവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആ ഒരു മസാലയിൽ ഇടുന്ന സമയത്ത് ആ ഒരു ഫ്രഷ് പൊരിക്കാത്ത ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പൊരിച്ച് നമ്മൾ ക്രഞ്ചി ആയി പോയി കഴിഞ്ഞാൽ ഈ ഒരു മീനിൻ്റെ ഫ്ലേവർ നമ്മളെ മസാലയിലേക്ക് ഇറങ്ങൂല. ഇപ്പൊ ആ ഒരു ബാക്കി നമ്മൾ കോരിയെടുത്തതിന് ശേഷമുള്ള എണ്ണാണ്. അതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഉള്ളി ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 4 സൈസ് മീഡിയം സൈസുള്ള ഉള്ളി എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ വലിയ സൈസ് ആയതുകൊണ്ട് 3 എടുത്തത്. ഇനിയിപ്പോൾ അത് ആ ഒരു ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ സോഫ്റ്റ് ആയാൽ മതി, ഒരുപാട് അങ്ങ് വാടി ചുരുങ്ങൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വാട്ടിയെടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് അരച്ചത് ചേർത്ത് കൊടുക്കുക, ക്രഷ് ചെയ്തത്. ഞാനിവിടെ 3 എടുത്തിട്ടുള്ളൂ. ഇത് നല്ല എരിവുള്ളതാണ്, നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഉള്ളി വഴറ്റിയതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിന്റെ ഒരു പച്ച കുത്തുണ്ടാവാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് നേരം തന്നെങ്കിലും ഇതൊന്ന് വാട്ടിയെടുക്കുക. അപ്പോഴാണ് അതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരിക. ഇനി ഇതിലേക്ക് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില കേട്ടോ. ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ തക്കാളിയാണ്, ഒരു 3 വലിയ സൈസുള്ള തക്കാളിയാണ് എടുത്തത്. കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതങ്ങനെ വയറ്റിയെടുക്കുകയല്ല, നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് ആവണ നേരം കൊണ്ട് നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് 2 സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളെ ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. അപ്പോൾ അതാ ഒരു അരമുറി തേങ്ങ ഞാനിത് അങ്ങനെ പൂണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഒരു പച്ചമുളക് ഉണ്ട് ഇതിൻ്റെ കൂടെ, എരിവിനനുസരിച്ച് 3 ഗാർലിക്കും. പച്ചമുളക് ഞാനിങ്ങനെ ഒന്ന് മുറിച്ച് വെച്ചതാണ് കേട്ടോ, ഒന്നാണ് എടുത്തത്. പിന്നെ 3 അല്ലി ഗാർലിക്കും, കുറച്ച് കറിവേപ്പില കുറച്ചധികം, പിന്നെ ചെറിയൊരു പീസ് പുളിയും. ഇത്രയാണ്. ഇതിലേക്ക് ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലിട്ട്. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് അല്ല, ചമ്മന്തിക്ക് അരക്കാൻ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഈ ഒരു കുറച്ചൊരു കോസായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതാ രണ്ടാമത്തെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ഉള്ളി സാലഡാണ്. അപ്പോൾ അതാ ഞാനൊരു വലിയ സൈസുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞ് വെച്ചാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നീളത്തിൽ തന്നെ ഞാൻ ഒരു നൂഡിൽസ് പോലെ ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചാണ്. ഒരു ചെറിയ 2-3 പീസ് പച്ചമുളക് കൊടുത്തു കേട്ടോ. നല്ല എരിവുള്ളതുകൊണ്ട് ഞാനൊരു അര കഷ്ണം ഞാൻ പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതാ ഇനി ഇതിലേക്ക് വേണ്ടത് വിനെഗറാണ്, സുർക്ക. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ, ഈ ഒരു അളവിലേക്ക് 1 ടേബിൾ സ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞെരടി എടുക്കുക കേട്ടോ. ഇതിലേക്ക് കുക്കുംബറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കണേ ചേർക്കട്ടോ, പക്ഷേ ഞാനിപ്പോൾ ഇത് 2 മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ആ ഒരു സുർക്ക എല്ലായിടത്തും ആയി വരണം. അപ്പോഴാണ് ആ ഉള്ളിൻ്റെ കളർ നല്ലൊരു പർപ്പിൾ കളറിലേക്ക് മാറി വരിക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതവിടെ മാറ്റി വെക്കാം.
ഇപ്പോൾ ആ രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി കേട്ടോ. ചെറിയ തീയിൽ ഞാൻ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തതാണ് ഇത്. ഇതിലേക്ക് ചേർക്കേണ്ട പുളി ഇല്ലാത്ത തൈരാണ്. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ പുളി കുറവുള്ള തൈര് മാത്രമേ ചേർക്കാവൂ. പുളിയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റാണ് വരിക. ഇനിയിപ്പോൾ വേണ്ടത് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പാണ്. ഒരു അരക്കപ്പോളം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് അവിടെ മാറ്റിയിട്ടുണ്ട് ദമ്മിടാൻ. അതുപോലെ തന്നെ 1/4 കപ്പ് പുതിന എടുത്തിട്ടുണ്ട്, കുറച്ച് അവിടെ മാറ്റിന്. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മീനിൽ ഓൾറെഡി മസാല ഇട്ടതാണ്, അല്ല ഉപ്പിട്ടതാണ്. ഇനിയിപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാല പൗഡറാണ് കേട്ടോ. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇതൊരു സ്പെഷ്യൽ ബിരിയാണി മസാല പൗഡറാണ്. പിന്നെ ഇത് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് മസാലപ്പൊടി നമുക്ക് ആവശ്യമില്ല, 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇപ്പം നമ്മൾ മീറ്റോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബിരിയാണി മസാലയുടെ പൗഡർ ചേർക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മീനും അതിൻ്റെ സ്റ്റോക്കോട് കൂടി ചേർത്തിട്ട് ആ ഒരു മീനിൻ്റെ കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോവാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം ചെറിയ സിമ്മിൽ വെച്ച് കൊടുക്കുക, അപ്പോഴത്തേക്ക് റെഡിയായി കിട്ടും. ഇപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ചോറ് വെക്കാനുള്ള ചെമ്പുത ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച്, ഉരുക്കുന്നതിന് മുന്നുള്ള അളവാണ്. 2 ടേബിൾ സ്പൂൺ നിറച്ച് പശു നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട്. മെൽറ്റ് ആക്കിയാൽ ഉള്ള അളവും മെൽറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നുള്ള അളവും രണ്ടും രണ്ടാണ്. ഇനിയിപ്പോൾ അതാ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വെച്ച് കൊടുത്താണ്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായാൽ നമ്മളതിലേക്ക് ഒരു ഉള്ളി ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ബ്രൗൺ ആക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ. ഒന്ന് നല്ല ഗോൾഡൻ കളറിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു മീഡിയം തീയിൽ ഇട്ടിട്ടേ ചെയ്യാവൂ, തീ കൂട്ടി വെക്കരുത്. അപ്പോൾ അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ എണ്ണയിൽ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് ചോറ് ദമ്മിടുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതേ സെയിം എണ്ണയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചെടുക്കണേ. അപ്പോൾ അതും പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. 2-3 ഗ്രാമ്പൂ, 2-3 പട്ട, 2-3 കഷ്ണം ഏലക്കായി, ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴുകി എടുത്തിട്ടുള്ള കൈമ റൈസാണ് കേട്ടോ. നമ്മളെ ജീരകശാല റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ്. അതൊരു 6 കപ്പാണ് ഞാൻ എടുത്തത്. സോക്ക് ചെയ്യേണ്ട കേട്ടോ, സോക്ക് ചെയ്യാണ്ടാണ് വേണ്ടത്, കാരണം അത് വറുത്ത് വെക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് നല്ല തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പം അരിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അരിയൊക്കെ ഉതിർന്ന് വീഴാൻ തുടങ്ങി. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു ഭാഗത്തിലായാലും ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ എത്ര കപ്പ് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ 1.5 ഇരട്ടി വെള്ളമാണ് വേണ്ടി കേട്ടോ. ഈ 1.5 ഇരട്ടി വെള്ളം കൊണ്ട് അരി വേവുക എന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് സംശയം എൻ്റെ അടുത്ത് തന്നെ ചോദിക്കലുണ്ട്. മന്തിയൊക്കെ കാണിക്കുന്നതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് ഈ ഒരു കമൻറ്റ്. അപ്പം നല്ല ബ്രാൻഡ് അരിയാണ് എടുക്കുന്നതെങ്കിൽ, അത് ഏത് അരി തന്നെ ആണെങ്കിലും, കയമാണെങ്കിലും ഒരു മന്തി റൈസ് ആണെങ്കിലും ഒക്കെ നല്ല ബ്രാൻഡഡ് അരി തന്നെയാണ് എടുക്കുന്നതെങ്കിൽ 1.5 ഇരട്ടി കറക്റ്റാണ്. ഇനിയിപ്പോൾ അതാ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്താണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു ചെറുനാരങ്ങയും ആ ഒരു ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ച ഒരു ക്യാരറ്റ് കേട്ടോ, ഒരു ചെറിയ സൈസുള്ള ഒരു ക്യാരറ്റാണ്, നല്ല ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ചെറിയ സിമ്മിലിട്ടിട്ട് ഇത് തിളച്ചാൽ മൂടി വെക്കുക. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് ഈ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതൊരു പകുതി വറ്റിയാലും ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അടിയിലുള്ള ചോറ് മേലുള്ള ചോറ് അടിയിലും ആക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം വറ്റുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇത് വേവിച്ചെടുത്തത്. ഇപ്പോൾ അതാ കറക്റ്റ് പാകത്തിൽ നമ്മൾ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്യുകയാണെങ്കിൽ, ബിരിയാണിൻ്റെ അരി നമ്മൾ സോക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ 1.5 ഇരട്ടി വെള്ളം വെക്കരുത് കേട്ടോ. അപ്പോൾ ഓവർ വെള്ളമായി പോവും. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാലയില്ല, അതൊന്നും കൂടെ ഒന്ന് തീ കത്തിച്ച് കൊടുക്കുക. തിളയ്ക്കാൻ തുടങ്ങി, ഇത് കണ്ടില്ല. എന്നിട്ട് സിമ്മിലാക്കി വെക്കുക. ഇത് ദമ്മിടുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ല ചൂട് വേണം മസാലക്കും ചോറിനും. ഒരേപോലത്തെ ചൂടാണെങ്കിലാണ് ദമ്മിടുന്ന സമയത്ത് കറക്റ്റ് ലെവലിൽ ആ ഒരു ടേസ്റ്റ് വരിക. ആ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു മസാല ഒന്ന് തിളപ്പിച്ചിട്ട് ചെറിയ സിമ്മിലാക്കി വെച്ചിട്ടാണ് നമ്മൾ പകുതി റൈസ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തത്. നല്ല ചൂടോടുകൂടി തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ അതിലേക്ക് മണ്ടി, മുന്തിരി, ഉള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പകുതിയോളം നമ്മൾ ഒരു ലെയറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി നേരത്തെ നമ്മൾ മാറ്റി വെച്ച കുറച്ച് മല്ലിച്ചപ്പും പുതിനയില്ലേ, കുറച്ച് മതി കേട്ടോ, അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ മസാലയിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു സ്പെഷ്യൽ ബിരിയാണി മസാല പൗഡർ തന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ മതി, അതും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇത് റോസ് വാട്ടറും പ്ലസ് കുറച്ച് വെള്ളം ഒഴിച്ചാണ്, പിന്നെ യെല്ലോ കളറും കേട്ടോ, ഫുഡ് കളർ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. റോസ് വാട്ടറിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത്. ഇനിയിപ്പോൾ ആ ഒരു ബാക്കി റൈസും കൂടെ അതേപോലെ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്ത് എടുക്കണം. ഒരു 10 മിനിറ്റ് ചെറിയ സിമ്മിൽ ദം ഇട്ടെടുക്കാം. അപ്പം നമ്മൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഒരു എന്താ പറയുക,
ഞാൻ പലപ്പോഴും പറയുന്ന പോലത്തെ ഒരു ഇതല്ല കേട്ടോ, ഇതൊരു വേറെ ലെവൽ ബിരിയാണി തന്നെയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. എൻ്റെ മക്കൾ പറഞ്ഞ വാക്കാണ് വേറെ ലെവലാണെന്നുള്ളത്. അതന്നെയാണ് ഞാൻ ടൈറ്റിലും നിങ്ങളോടും പറയുന്നത്. അത്രയും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണിത്. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ടേസ്റ്റുള്ള ബിരിയാണി നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും ടേസ്റ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു മീനിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടാവും. നമ്മൾ സാധാരണ നെയ്മീനെല്ലാം കുറൊക്കെ തന്നെയാണ് ഉപയോഗിക്കൽ. ഇത് ഒരു ബയാളിൻ്റെ അത്രയും വലിയ പീസ് നമ്മൾ വാങ്ങിക്കാൻ പോയ സമയത്ത് മൂപ്പര് പറഞ്ഞതാണ്, നല്ല അടിപൊളി മീനാണ്, നിങ്ങൾ കഴിച്ച് നോക്ക്, ഒന്ന് ബിരിയാണി വെച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഒരു സൈസിലുള്ളത് നമ്മൾ വേറെ അങ്ങനെ വാങ്ങലില്ല. ഭയങ്കര ടേസ്റ്റ്, അത്രയും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാവുക. അല്ലാണ്ട് വെറുതെ കിടന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ അതൊന്ന് വിളമ്പണ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. കുറച്ച് മീനിൻ്റെ പീസുകളും അതുപോലെ തന്നെ കുറച്ച് ആ ഒരു ഉള്ളി മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആ ഒരു മസാലയോട് കൂടിയുള്ള റൈസും എല്ലാം മിക്സ് ചെയ്തിട്ട് ഇടണം. എന്നിട്ട് ഇതാ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഡിഷസ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, കുറച്ച് അച്ചാർ, അതുപോലെ തന്നെ ഉള്ളി സലാഡും ചമ്മന്തിയും, പിന്നെ തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ 2 പപ്പടവും പൊരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റിയാണ് മക്കളെ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് തന്നെയാണ് ഞാൻ ചെയ്തത്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.